അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എക്കണോമിക്സ് എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. 1-2 എപ്പിസോഡ് ചാനലിൽ അവൈലബിൾ ആണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് ആദം സ്മിത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദം സ്മിത്ത് ജനിച്ച വർഷം എന്ന് പറയുന്നത് 1723 അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് 1790. അപ്പോൾ നമ്മുടെ ആദം സ്മിത്ത് ജനിച്ച വർഷം 1723 മരണപ്പെട്ടത് 1790. അപ്പോൾ ആദം സ്മിത്തിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിശേഷണമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇത് നിങ്ങൾ ആധുനിക എന്നൊരു ടൈം മനസ്സിലാക്കി വെച്ചോളൂ. അത് ഏതൊക്കെ ഫാക്റ്റ് പഠിക്കുമ്പോഴും വേർഡ് ബൈ വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം മാറും, നമ്മൾ നെഗറ്റീവ് ആൻസർ പിക്ക് ചെയ്യും. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് നമ്മുടെ ആദം സ്മിത്ത്. അദ്ദേഹം ജനിച്ചത് ഇപ്പോൾ പറഞ്ഞു 1723 മരണപ്പെട്ട വർഷം 1790. നെക്സ്റ്റ് അടുത്തൊരു ഫാക്റ്റ്, അർത്ഥശാസ്ത്രം എന്നാണ് ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടത്. അപ്പോൾ അർത്ഥശാസ്ത്രം എന്നാണ് നമ്മുടെ ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ഗ്ലാസ്ഗോ സർവകലാശാലയിലെ അധ്യാപകനും തത്വചിന്തകനുമായിരുന്നു ആദം സ്മിത്ത്. അപ്പോൾ നമ്മുടെ ആദം സ്മിത്ത് ഗ്ലാസ്ഗോ എന്ന സർവകലാശാലയിലെ അധ്യാപകനും തത്വചിന്തകനുമായിരുന്നു. നെക്സ്റ്റ്, ഇതിൽ ഈ ഗ്ലാസ്ഗോ സർവകലാശാല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, പ്രസിദ്ധമായ അതായത് ആദം സ്മിത്ത് എഴുതിയ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അത് പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1776. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പലതവണ റിപ്പീറ്റ് അടിച്ച് വന്നൊരു ക്വസ്റ്റ്യനാണ്. എക്കണോമിക്സ് എന്നൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഈ പറഞ്ഞ ബുക്കും അത് പ്രസിദ്ധപ്പെടുത്തിയ വർഷവും. അപ്പോൾ നമ്മുടെ ആദം സ്മിത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ അത് പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1776, 1776. നെക്സ്റ്റ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ സമഗ്ര കൃതിയായി വിലയിരുത്തപ്പെടുന്നതാണ് ഈ പറഞ്ഞ ബുക്ക്, അതായത് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ ഈ ബുക്കിനെ സംബന്ധിച്ച് ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ സമഗ്ര കൃതിയായി വിലയിരുത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ആദം സ്മിത്തിൻ്റെ ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കോട്ട് നോക്കാം. അതായത് നമ്മുടെ ആദം സ്മിത്ത് എഴുതിയ ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ്. ജസ്റ്റ് വായിക്കാം, കേട്ട് നോക്കുക. മാംസ വിൽപ്പനക്കാരൻ്റെയോ വീഞ്ഞുണ്ടാക്കുന്നവൻ്റെയോ റൊട്ടി വിൽക്കുന്നവൻ്റെയോ ഔദാര്യം കൊണ്ടല്ല നമ്മൾ നമ്മളുടെ അത്താഴം പ്രതീക്ഷിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യ താല്പര്യങ്ങളോടുള്ള അനുഭാവം കൊണ്ടാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. അവരുടെ മനുഷ്യത്വത്തെയല്ല, മറിച്ച് അവരുടെ ആത്മപ്രീതിയെയാണ് നമ്മൾ നേരിടുന്നത്. അവരോട് നമ്മളുടെ ആവശ്യങ്ങളല്ല, അവർക്കുള്ള പ്രയോജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോട്ട് എന്ന് പറയുന്നത് സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിലെ കേന്ദ്ര തത്വമായിട്ട് അറിയപ്പെടുന്ന ഈ ഒരു കോട്ട് സ്മിത്തിൻ്റെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വെൽത്ത് ഓഫ് നേഷൻസ് എന്നൊരു ബുക്കിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കോട്ടുകൾ ഇനി വരാൻ പോകുന്ന PSC എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കോട്ടുകൾ നിങ്ങൾ എവിടെ കാണുന്നു, അതായത് നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീക്കിലി വായിക്കുകയാണ്, അപ്പോൾ അതിൽ ഇത്തരം കോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഇത്തരം കോട്ടുകൾക്ക് ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കോട്ടൊന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മാംസ വിൽപ്പനക്കാരൻ്റെയോ വീഞ്ഞുണ്ടാക്കുന്നവൻ്റെയോ റൊട്ടി വിൽക്കുന്നവൻ്റെയോ ഔദാര്യം കൊണ്ടല്ല നമ്മൾ നമ്മുടെ അത്താഴം പ്രതീക്ഷിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ സ്വകാര്യ താല്പര്യങ്ങളോടുള്ള അനുഭാവം കൊണ്ടാണ്. നമ്മൾ നമ്മളെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. അവരുടെ മനുഷ്യത്വത്തെയല്ല, മറിച്ച് അവരുടെ ആത്മപ്രീതിയെയാണ് നമ്മൾ നേരിടുന്നത്. അവരോട് നമ്മളുടെ ആവശ്യങ്ങളല്ല, അവർക്കുള്ള പ്രയോജനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഉദ്ധരണി എഴുതിയത് നമ്മുടെ ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്കിലാണ്. അപ്പോൾ ഇത് കമ്പോള വ്യവസ്ഥയിലെ കേന്ദ്ര തത്വമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ അത്രയുമാണ് ആദം സ്മിത്തിനെ കുറിച്ച് നോക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് അടവ് ശിഷ്ടം, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫാക്റ്റ്, ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ഒരു വർഷത്തിനിടയിൽ
നടത്തിയ എല്ലാ ചരക്ക് സേവന ആസ്തി കൈമാറ്റങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും സംക്ഷിപ്ത രേഖയാണ് അടവുശിഷ്ടം. അപ്പോൾ എന്താണ് അടവുശിഷ്ടം എന്ന് പറയുന്നത്? ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു വർഷത്തിനിടയിൽ നടത്തിയ എല്ലാത്തരം ചരക്ക് സേവന ആസ്തി കൈമാറ്റങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും സംക്ഷിപ്ത രേഖയാണ് അടവുശിഷ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് അടവുശിഷ്ടം. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് അടവുശിഷ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ അടവുശിഷ്ടം അതായത് കണക്കെടുപ്പിന് 2 രീതികളുണ്ട്. കറണ്ട് അക്കൗണ്ടും മൂലധന അക്കൗണ്ടും. ജസ്റ്റ് മനസ്സിലാക്കുക, അടവുശിഷ്ടം കണക്കെടുപ്പിന് 2 രീതികളുണ്ട്. കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ മൂലധന അക്കൗണ്ടും. ഇനി ഇത് രണ്ടും എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ്, ചരക്കുകളിലും സേവനങ്ങളിലും നടക്കുന്ന വ്യാപാരത്തിൻ്റെ മൂല്യവ്യത്യാസം, അതായത് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ കൈമാറ്റ അടവും ചേരുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചരക്കുകളിലും സേവനങ്ങളിലും നടക്കുന്ന വ്യാപാരത്തിൻ്റെ മൂല്യവ്യത്യാസവും കൈമാറ്റ അടവും ചേരുന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചരക്ക് വ്യാപാരം എന്നാൽ അവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടുന്നു. അപ്പോൾ ചരക്ക് വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, സേവനങ്ങളുടെ വ്യാപാരം എന്നാൽ ഘടക വരുമാനവും ഘടക ഇതര വരുമാനവും ഉൾപ്പെടുന്നു. അപ്പോൾ ഈ സേവനങ്ങളുടെ വ്യാപാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടക വരുമാനവും ഘടക ഇതര വരുമാനവും ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയ്ക്ക് പുറമെ സൗജന്യമായി ലഭിക്കുന്ന വരുമാനമാണ് കൈമാറ്റ അടവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിലയ്ക്ക് പുറമെ സൗജന്യമായി ലഭിക്കുന്ന വരുമാനമാണ് നമ്മുടെ കൈമാറ്റ അടവ് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് സമ്മാനം, അതുപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള പണം, ഗ്രാൻറ്റുകൾ എന്നിങ്ങനെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സമ്മാനം, വിദേശത്ത് നിന്നുള്ള പണം, അതുപോലെ തന്നെ ഗ്രാൻറ്റുകൾ എന്നൊക്കെ കൈമാറ്റ അടവിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, വിദേശ ഉൽപ്പന്നം വാങ്ങുമ്പോൾ വസ്തുക്കളുടെ ഇറക്കുമതി കൂട്ടുകയും തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറയ്ക്കുകയും ചെയ്യുന്നു. എന്താണ്? വിദേശ ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് വസ്തുക്കളുടെ ഇറക്കുമതി കൂട്ടുകയും തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ചോദനം കുറയ്ക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ചരക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടേക്ക് വരുന്ന വിദേശ പണം ആഭ്യന്തര ചോദനം വർദ്ധിപ്പിക്കുന്നു. ചരക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടേക്ക് വരുന്ന വിദേശ പണം ആഭ്യന്തര ചോദനം വർദ്ധിപ്പിക്കുന്നു. ആ 2 ഫാക്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ശിഷ്ടം. ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്ക് കറണ്ട് അക്കൗണ്ടാണ്. ഇനി പഠിക്കാൻ പോകുന്നതാണ് കറണ്ട് അക്കൗണ്ട് ശിഷ്ടം എന്ന് പറയുന്നത്, അതായത് ബാലൻസ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്ക്, കറണ്ട് അക്കൗണ്ട് അനുസരിച്ച് കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തുല്യമാകുന്ന അവസ്ഥയാണിത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് അനുസരിച്ചിട്ട് കയറ്റുമതി ഇറക്കുമതി മൂല്യങ്ങൾ തുല്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കറണ്ട് അക്കൗണ്ട് ശിഷ്ടം എന്നത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ നിന്നുള്ള വരവിനെ പറയുന്നതാണ് കറണ്ട് വരവുകൾ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ നിന്നുള്ള വരവിനെ പറയുന്നതാണ് കറണ്ട് അക്കൗണ്ട് വരവുകൾ എന്ന്. നെക്സ്റ്റ്, കറണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ മേലുള്ള അടവുകളെ പറയുന്നതാണ് കറണ്ട് അടവുകൾ എന്ന്. അപ്പോൾ ഈ 2 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കറണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ നിന്നുള്ള വരവിനെ പറയുന്നത് കറണ്ട് വരവുകൾ എന്നും കറണ്ട് അക്കൗണ്ട് ഇടപാടുകളിൽ മേലുള്ള അടവുകളെ പറയുന്നതാണ് കറണ്ട് അടവുകൾ എന്നും. നെക്സ്റ്റ്, അടുത്ത ഒരു ടോപ്പിക്കാണ് കറണ്ട് അക്കൗണ്ട് മിച്ചം എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് വരവ് ചെലവിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട് മിച്ചമെന്ന്. എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് വരവ്? കറണ്ട് അക്കൗണ്ട് ചെലവിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് മിച്ചം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് എന്നും അറിയപ്പെടുന്നതാണ് കറണ്ട് അക്കൗണ്ട് മിച്ചം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കറണ്ട് അക്കൗണ്ട് മിച്ചം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് എന്ന്. അടുത്തൊരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് മിച്ചം എന്നതിനർത്ഥം നാം മറ്റു രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് മിച്ചം ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം മറ്റു രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്നുവെന്നാണ്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് അക്കൗണ്ട് മിച്ചത്തെ പറ്റി പഠിച്ച ഈ 3 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
കറണ്ട് അക്കൗണ്ട് വരവ് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ചെലവിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട് മിച്ചം എന്നത്. അതുപോലെ തന്നെ പറഞ്ഞൊരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് എന്നും അറിയപ്പെടുന്ന അങ്ങനത്തെ ഒരു പേരിലും ഈ കറണ്ട് അക്കൗണ്ട് മിച്ചം അറിയപ്പെടുന്നു. എന്ത് പേരാണ്? കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് എന്ന്. പിന്നെ പറഞ്ഞൊരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് മിച്ചം എന്നതിനർത്ഥം നാം മറ്റു രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്നുവെന്നാണ്. അടുത്ത ഒരു ടോപ്പിക്ക് കറണ്ട് അക്കൗണ്ട് കമ്മി എന്നാണ്. ഈ കറണ്ട് അക്കൗണ്ട് ചെലവ് കൂടുതലും വരവ് കുറയുന്നതുമായ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയുന്നത്. എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് ചെലവ് കൂടുതലും ഈ കറണ്ട് അക്കൗണ്ട് വരവ് കുറയുന്നതുമായ അവസ്ഥയെ വിശേഷിപ്പിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇവിടെ അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഈ കറണ്ട് അക്കൗണ്ട് മിച്ചം അറിയപ്പെടുന്ന മറ്റൊരു പേര് കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് എന്ന്. അതുപോലെ തന്നെ ഇവിടെ ഈ കറണ്ട് അക്കൗണ്ട് കമ്മി എന്നൊരു ടോപ്പിക്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവ് എന്നാണ്. പിന്നത്തെ ഒരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് കമ്മി എന്നതിനർത്ഥം നാം കടം വാങ്ങുന്നു എന്നാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന വാക്കിനർത്ഥം നാം കടം വാങ്ങുന്നു എന്നാണ്. നെക്സ്റ്റ്, തുല്യമായ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് വരവും കറണ്ട് അക്കൗണ്ട് ചെലവും തുല്യമാണെങ്കിൽ അതിനെ പറയുന്നതാണ് തുല്യമായ കറണ്ട് അക്കൗണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ വരവും കറണ്ട് അക്കൗണ്ട് ചെലവും തുല്യമാണെങ്കിൽ ആ ഒരു അവസ്ഥയെ പറയുന്നതാണ് നമ്മൾ തുല്യമായിട്ടുള്ള കറണ്ട് അക്കൗണ്ട് എന്ന്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, കറണ്ട് അക്കൗണ്ട് ശിഷ്ടത്തിന് 2 ഘടകങ്ങളുണ്ട്, വ്യാപാര ശിഷ്ടവും അദൃശ്യ വ്യാപാര ശിഷ്ടവും. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ശിഷ്ടത്തിന് 2 ഘടകങ്ങളുണ്ട്, ഒന്ന് വ്യാപാര ശിഷ്ടവും അതുപോലെ തന്നെ അദൃശ്യ വ്യാപാര ശിഷ്ടവും. ഇനി നമുക്ക് നേരത്തെ പഠിച്ച കുറച്ച് ടോപ്പിക്കിൻ്റെ സമ്മറി നോക്കാം. സമ്മറി മീൻസ് ഈക്വേഷൻസ് ആണ്. കറണ്ട് അക്കൗണ്ട് മിച്ചം എന്ന് പറയുന്നത് വരവ് ചെലവിനേക്കാൾ കൂടുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ തുല്യമായ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് വരവ് ഈക്വൽ ടു ചെലവാണ്. പിന്നെ പറയാനുള്ളത് കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയുന്നത് നമ്മുടെ ചെലവ് വരവിനേക്കാൾ കൂടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കറണ്ട് അക്കൗണ്ട് മിച്ചം എന്ന് പറയുന്നത് വരവ് ചെലവിനേക്കാൾ കൂടുന്ന അവസ്ഥ. തുല്യമായ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് വരവ് ഈക്വൽ ടു ചെലവാണ്. പിന്നെ കറണ്ട് അക്കൗണ്ട് കമ്മി എന്ന് പറയുന്നത് ചെലവ് വരവിനേക്കാൾ ഉണ്ടാകുന്ന അവസ്ഥ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്, അതായത് ബാലൻസ് ഓഫ് ട്രേഡ് ബോട്ട്. അപ്പോൾ അതിലാദ്യത്തെ ഒരു ഫാക്റ്റ്, ഒരു വർഷത്തിൽ ഒരു രാജ്യത്തെ മൊത്തം ഇറക്കുമതി മൂല്യവും കയറ്റുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. എന്താണ്? ഒരു വർഷത്തിൽ ഒരു രാജ്യത്തെ മൊത്തം ഇറക്കുമതി മൂല്യവും കയറ്റുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വ്യാപാര ശിഷ്ടവും അടവ് ശിഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത് അടവ് ശിഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ചരക്കുകളുടെ കയറ്റുമതി എന്നത് വ്യാപാര ശിഷ്ടത്തിലേക്കുള്ള വരവാണ്. എന്താണ്? ചരക്കുകളുടെ കയറ്റുമതി എന്ന് പറയുന്നത് വ്യാപാര ശിഷ്ടത്തിലേക്കുള്ള വരവാണ്. അടുത്തൊരു ഫാക്റ്റ്, ചരക്കുകളുടെ ഇറക്കുമതി എന്ന് വ്യാപാര ശിഷ്ടത്തിലേക്കുള്ള ചെലവാണ്. അതുകൊണ്ടാണ് ഇതിനെ വ്യാപാര ശിഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക ഫാക്റ്റ്, ചരക്കുകളുടെ ഇറക്കുമതി എന്ന് വ്യാപാര ശിഷ്ടത്തിലേക്കുള്ള ചെലവിനാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിന് വ്യാപാര ശിഷ്ടം എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തുല്യമാണെങ്കിൽ അതിനെ പറയുന്നതാണ് സന്തുലിത വ്യാപാര ശിഷ്ടം എന്നത്. അപ്പോൾ ഈ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തുല്യമാകുന്ന അവസ്ഥയെ പറയുന്നതാണ് സന്തുലിത വ്യാപാര ശിഷ്ടം എന്ന്. നെക്സ്റ്റ്, കയറ്റുമതി മൂല്യം ഇറക്കുമതി മൂല്യത്തേക്കാൾ കുറഞ്ഞാൽ വ്യാപാര ശിഷ്ടം കമ്മി ആയിരിക്കും. അപ്പോൾ കയറ്റുമതി മൂല്യം ഇറക്കുമതി മൂല്യത്തേക്കാൾ കുറയുന്നൊരവസ്ഥയാണ് വ്യാപാര ശിഷ്ടം കമ്മി എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാവും. നെക്സ്റ്റ്, വ്യാപാര ശിഷ്ടത്തിൽ ദൃശ്യമായ ഇനങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. ഇപ്പോൾ വ്യാപാര ശിഷ്ടത്തിൽ ദൃശ്യമായിട്ടുള്ള ഇനങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. ആ ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് പറയാനുള്ളത്, സേവനങ്ങൾ വ്യാപാര ശിഷ്ടത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ സേവനങ്ങൾ എന്നൊരു കാറ്റഗറി വ്യാപാര ശിഷ്ടത്തിൽ ഉൾപ്പെടുന്നില്ല എന്നൊരു ഫാക്റ്റും കൂടി മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് അദൃശ്യ വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫാക്റ്റ്,
മൊത്തം അദൃശ്യ മൂല്യം എന്നത് വസ്തുക്കളുടെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് മൊത്തം അദൃശ്യ മൂല്യം എന്നത് വസ്തുക്കളുടെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. നെക്സ്റ്റ്, വിവിധ തരം സേവനങ്ങളുടെ പോക്ക് വരവ്, രാജ്യങ്ങൾ തമ്മിലുള്ള പണ കൈമാറ്റം എന്നിവ ചേർന്നതാണ് അദൃശ്യ വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരം സേവനങ്ങളുടെ പോക്ക് വരവ്, രാജ്യങ്ങൾ തമ്മിലുള്ള പണ കൈമാറ്റം എന്നിവ ചേരുന്നതാണ് അദൃശ്യ വ്യാപാര ശിഷ്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സേവന വ്യാപാരത്തിൽ ഘടകേതര വരുമാനവും ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സേവന വ്യാപാരത്തിൽ ഘടകേതര വരുമാനവും ഉൾപ്പെടുന്നു എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് ഉൽപാദന ഘടകങ്ങളിൽ, അതായത് ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം എന്നിങ്ങനെയുള്ള ഉൽപാദന ഘടകങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് നമ്മൾ ഘടക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഘടക വരുമാനം? ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം എന്നിൽ നിന്നുള്ള വരുമാനത്തെയാണ് ഘടക വരുമാനം എന്ന് പറയുന്നത്. ഇനി ഘടക ഇതര വരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം, സോഫ്റ്റ്വെയർ സേവനം തുടങ്ങിയവയിൽ നിന്നുള്ള വരവ് ചെലവിനെയാണ് ഘടക ഇതര വരുമാനം എന്ന് പറയുന്നത്. എന്താണ്? ടൂറിസം, സോഫ്റ്റ്വെയർ സേവനം തുടങ്ങിയവയിൽ നിന്നുള്ള വരവ് ചെലവിനെയാണ് ഘടക ഇതര വരുമാനം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് മൂലധന അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അഥവാ മൂലധനത്തെ സംബന്ധിച്ചുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അഥവാ മൂലധനത്തെ സംബന്ധിച്ചുള്ള അക്കൗണ്ടാണ് മൂലധന അക്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, പ്രധാനമായിട്ടും അന്താരാഷ്ട്ര ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര മൂലധന നിക്ഷേപങ്ങൾ, അന്താരാഷ്ട്ര പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ മുതലായവ ഉൾപ്പെടുന്നതാണ് മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് മൂലധന അക്കൗണ്ട്? അന്താരാഷ്ട്ര ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ, അന്താരാഷ്ട്ര മൂലധന നിക്ഷേപങ്ങൾ, അന്താരാഷ്ട്ര പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മൂലധന അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ്, ആസ്തികളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടതാണിത് ഏത് മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്തികളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടാണ് മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഉപാധിയാണ് ആസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഉപാധിയെ നമുക്ക് ആസ്തി എന്ന് പറയാം. അപ്പോൾ ആസ്തിക്ക് ഉദാഹരണങ്ങളാണ് പണം, ഓഹരി, കടപ്പത്രങ്ങൾ, സർക്കാർ കടം എന്നിങ്ങനെ. അപ്പോൾ നമ്മൾ പഠിച്ചത് സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഉപാധിയെ നമുക്ക് ആസ്തി എന്ന് വിളിക്കാം. അപ്പോൾ ആസ്തിയുടെ ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പണം, ഓഹരി, കടപ്പത്രങ്ങൾ, സർക്കാർ കടം എന്നിങ്ങനെയാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മൂലധന അക്കൗണ്ടിൽ ആസ്തി വാങ്ങുക എന്നാൽ പണത്തിൻ്റെ ചെലവായാണ് കണക്കാക്കുന്നത്. നമ്മുടെ മൂലധന അക്കൗണ്ട് പ്രകാരം ആസ്തി വാങ്ങുക, അതായത് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ ചെലവായാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, അന്താരാഷ്ട്ര നാണയനിധി, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും ഇന്ത്യ മൂലധന വായ്പ എടുത്തിട്ടുള്ള BOP, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും ഇന്ത്യ മൂലധന വായ്പ എടുത്തിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതായത് BOP ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്രയുമാണ് മൂലധന അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ള ഫാക്റ്റ്. ഇനി അവസാനമായിട്ട് നമുക്ക് മൂലധന അക്കൗണ്ട് ശിഷ്ടത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്ന മൂലധന ആസ്തികളുടെ മൂല്യം തുല്യമാകുമ്പോഴാണ് മൂലധന അക്കൗണ്ട് തുലനപ്പെടുന്നത്. എന്താ പറഞ്ഞത്? രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്ന മൂലധന ആസ്തികളുടെ മൂല്യം തുല്യമാകുമ്പോഴാണ് മൂലധന അക്കൗണ്ട് തുലനപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, രാജ്യത്തിനകത്തേക്കുള്ള മൂലധന ഒഴുക്ക് പുറത്തേക്കുള്ള മൂലധന ഒഴുക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പറയുന്നതാണ് മൂലധന അക്കൗണ്ട് മിച്ചമെന്ന്. എന്നാണ്? രാജ്യത്തിനകത്തേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക് പുറത്തേക്കുള്ള മൂലധന ഒഴുക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പറയുന്നതാണ് മൂലധന അക്കൗണ്ട് മിച്ചം എന്ന്. നെക്സ്റ്റ്, വിദേശത്തേക്ക് പോകുന്ന പണം രാജ്യത്തേക്ക് വരുന്നതിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ മൂലധന അക്കൗണ്ട് മിച്ചമായി കണക്കാക്കുന്നു. എന്താണ്? വിദേശത്തേക്ക് പോകുന്ന പണം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനേക്കാൾ കുറവാണെങ്കിൽ മൂലധന അക്കൗണ്ട് മിച്ചമായി കണക്കാക്കുന്നു. നെക്സ്റ്റ്,
രാജ്യത്തിനകത്തേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക് പുറത്തേക്കുള്ള മൂലധന ഒഴുക്കിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ പറയുന്നതാണ് മൂലധന അക്കൗണ്ട് കമ്മി എന്ന്. അപ്പോൾ മൂലധന അക്കൗണ്ട് കമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിനകത്തേക്കുള്ള മൂലധനത്തിൻ്റെ ഒഴുക്ക് പുറത്തേക്കുള്ള മൂലധന ഒഴുക്കിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമുക്ക് മൂലധന അക്കൗണ്ട് കമ്മി എന്ന് വിളിക്കാം. നെക്സ്റ്റ്, പുറത്തേക്ക് പോകുന്ന വിദേശ പണം അകത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കമ്മി ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? പുറത്തേക്ക് പോകുന്ന വിദേശ പണം അകത്തേക്ക് വരുന്ന വിദേശ പണത്തേക്കാൾ കൂടുതലാണെങ്കിൽ കമ്മി ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ്. നെക്സ്റ്റ്, അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, വിദേശ വായ്പ, വിദേശികൾ, ഇന്ത്യൻ കമ്പനി ഓഹരി വാങ്ങൽ എന്നിവയാണ് വിദേശ പണം ഇവിടേക്ക് വരാനുള്ള വഴികൾ. അപ്പോൾ വിദേശ പണം ഇന്ത്യയിലേക്ക് വരാനുള്ള വഴികളാണ് വിദേശ വായ്പ, വിദേശികൾ, അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനി ഓഹരി വാങ്ങൽ എന്നിങ്ങനെ. നെക്സ്റ്റ്, കടം തിരിച്ചടവ്, വിദേശത്തെ ആസ്തികൾ വാങ്ങൽ എന്നിവ വഴി പണം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പണം പുറത്തേക്ക് പോകുന്ന 2 വഴികളാണ് കടം തിരിച്ചടവും അതുപോലെ തന്നെ വിദേശത്തെ ആസ്തികൾ വാങ്ങലും. അപ്പോൾ ഈ 2 പ്രവൃത്തികൾ വഴി നമ്മുടെ പണം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, നോട്ട് എഴുതി പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.